ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശി, അല്ലെങ്കിൽ പുത്രാദ ഏകാദശി, അതുമല്ലെങ്കിൽ സ്വർഗവാതിൽ ഏകാദശി. ഏകാദശി തിഥി തുടങ്ങുന്നത് 2025 ഡിസംബർ മാസം 30 രാവിലെ 7:50 മുതൽ 2025 ഡിസംബർ മാസം 31 വെളുപ്പിനെ 5 മണി വരെയാണ്. അങ്ങനെ വരുമ്പോൾ ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന പുണ്യമായ ദിവസം 2025 ഡിസംബർ മാസം 31 നമ്മൾ ഏകാദശിയായി ആചരിക്കുന്നത്. പൗഷ് മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിക്ക് പറയുന്ന പേര് പുത്രാദ ഏകാദശി എന്നാണ്. കേരളത്തിൽ ഈ ഏകാദശി സ്വർഗവാതിൽ ഏകാദശി എന്നും അതുപോലെ തന്നെ വൈകുണ്ഠ ഏകാദശി എന്നുമൊക്കെ അറിയപ്പെടുന്നു. തിരുപ്പതി ക്ഷേത്രത്തിൽ അതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ തന്നെ വളരെ നന്നായി ആചരിക്കുന്ന, വളരെ കേമമായി ആചരിക്കുന്ന ഒരു ഏകാദശിയാണ് ഈ ഏകാദശി. ഇവിടെ നമുക്കൊരു സംശയം തോന്നും. അതായത് ഡിസംബർ മാസം 30 രാവിലെ 7:50 മുതൽ അങ്ങ് ഏകാദശിയാണ്. ഏകാദശി അവസാനിക്കുന്നത് ഡിസംബർ മാസം 31 വെളുപ്പിനെ 5 മണിക്കുമാണ്. അങ്ങനെയാണെങ്കിൽ ഏകാദശി തിഥി കൂടുതലുള്ള ദിവസം, അതായത് ഏകാദശി തിഥി കൂടുതലുള്ള ദിവസമായ ഡിസംബർ 30 അല്ലേ നമ്മൾ ഏകാദശിയായി ആചരിക്കേണ്ടത് എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായും ഉണ്ടാകും. അതിനുള്ള ഉത്തരം നമ്മൾ ഇതിനു മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒന്നുകൂടി പറയാം. ഏകാദശികൾ കൃഷ്ണപക്ഷ ഏകാദശി എന്നും ശുക്ലപക്ഷ ഏകാദശി എന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു എന്നതുപോലെ തന്നെ ഭൂരിപക്ഷ ഏകാദശി എന്നും ആനന്ദപക്ഷ ഏകാദശി എന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട്. അതായത് ഉദയത്തിൽ ദശമി വരികയും പിന്നീട് ഏകാദശി വരികയും ചെയ്യുന്ന ഏകാദശികൾ, അതാണ് ഭൂരിപക്ഷ ഏകാദശി. ഇവിടെ ഇത്തവണ ഡിസംബർ 30 ഉദയത്തിൽ ദശമിയാണ്, പിന്നീടാണ് ഏകാദശി വരുന്നത്. കാരണം 7:50 മുതലാണ് ഏകാദശി വരുന്നത്, ഉദയത്തിൽ ദശമിയാണ്. അങ്ങനെയുള്ള ഏകാദശികളാണ് ഭൂരിപക്ഷ ഏകാദശി. അങ്ങനെയുള്ള ഏകാദശികൾ മനുഷ്യർ നോക്കാറില്ല. എന്നാൽ ഉദയത്തിൽ ഏകാദശി വരികയും പിന്നീട് മഹാദ്വാദശി വരികയും ചെയ്യുന്ന ഏകാദശികൾ, അതായത് അത്തരത്തിലുള്ള ഏകാദശികളാണ് ആനന്ദപക്ഷ ഏകാദശികൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഏകാദശികളാണ് മനുഷ്യർ സാധാരണയായിട്ട് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ വരുന്ന ഏകാദശി ഡിസംബർ മാസം 31 അതുകൊണ്ട് ഇത്തവണ നമ്മൾ വൈകുണ്ഠ ഏകാദശി അല്ലെങ്കിൽ പുത്രാദ ഏകാദശിയായി നമ്മൾ ആചരിക്കുന്നത് 2025 ഡിസംബർ മാസം 31 നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഏകാദശി എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും ഞാൻ എല്ലാ വീഡിയോയിലും ഏകാദശി എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞു തരാറുണ്ട്. ചിലർക്ക് അതൊരു അരോചകമായി തോന്നാറുണ്ട്, അവരത് പ്രകടിപ്പിക്കുന്നുമുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാൻ എപ്പോഴൊക്കെ ഏകാദശി വീഡിയോ ഇട്ടാലും അതിൻ്റെ താഴെ ധാരാളം സംശയങ്ങളും ആളുകൾ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം പുതുതായി കാണുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടി പറയുന്നത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർക്കുക, ക്ഷമിക്കുക. ഏകാദശി എടുക്കുന്നത് ഏകാദശിയുടെ തലേ ദിവസം, അതായത് ദശമി തിഥി വരുന്ന ദിവസം നമ്മൾ ഒരു നേരം അരിഭക്ഷണം കഴിക്കുന്നു. ഒരിക്കലുണ്ട് നമ്മൾ ഏകാദശിക്ക് വേണ്ടി തയ്യാറാകുന്നു. അന്നേ ദിവസം നമ്മൾ ഉച്ചയ്ക്ക് മാത്രം ഒരു നേരം നമ്മൾ ചോറുണ്ണും. അഥവാ നിങ്ങൾ രാവിലെ അരിഭക്ഷണം ഇഡ്ഡലിയോ ദോശയോ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് അരിഭക്ഷണം ഒഴിവാക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. സന്ധ്യയ്ക്ക് മുമ്പ് ആഹാരം കഴിച്ച് നിർത്തുക. ഇത്തവണ ഏകാദശി തലേ ദിവസം കൂടുതലുള്ളത് കൊണ്ട് വേണമെങ്കിൽ പൂർണ്ണമായും നിങ്ങൾക്ക് അരിഭക്ഷണം ഒഴിവാക്കാം, ധാന്യഭക്ഷണങ്ങൾ ഒഴിവാക്കാം. 2 ദിവസവും നിങ്ങൾക്ക് വേണമെങ്കിൽ
എന്തു ചെയ്യാം, 30-ാം തീയതി 31-ാം തീയതി ഏകാദശിയുടെ ഭക്ഷണങ്ങൾ മാത്രം കഴിച്ച് ഇരിക്കാം. അങ്ങനെയും ചെയ്യാം. തലേ ദിവസം വേണമെങ്കിൽ ഏകാദശി ഭക്ഷണങ്ങൾ മൊത്തം കഴിക്കാം. പിറ്റേ ദിവസം വേണമെങ്കിൽ ജലം മാത്രം കുടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ചിരിക്കുകയോ, അങ്ങനെ എങ്ങനെയാണോ നിങ്ങൾക്ക് സാധിക്കുന്നത് അതനുസരിച്ചിട്ട് ചെയ്യുക. ചിലർക്ക് തലേ ദിവസം ഏകാദശി കൂടുതലുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് ധാന്യങ്ങളൊന്നും കഴിക്കാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല, അങ്ങനെ ഒരു തോന്നൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അതല്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു നേരം എന്ത് ചെയ്യാം, ഇപ്പോൾ 7:50 മണിക്കാണ്, 7:50 ഏകാദശി തുടങ്ങുന്നത്. വേണമെങ്കിൽ 7:50 മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ധാന്യവർഗ്ഗങ്ങൾ വേണമെങ്കിലും കഴിക്കാം. അതല്ല, ഉച്ചയ്ക്ക് കഴിച്ചു എന്ന് കരുതി ഒരു നേരം അരിഭക്ഷണം കഴിച്ചു, സാധാരണ നമ്മൾ എടുക്കുന്നല്ലോ, അങ്ങനെ കഴിച്ചു എന്നതുകൊണ്ടും ദോഷമൊന്നുമില്ല. പിന്നെ ഓരോരുത്തരുടെയും മാനസികാവസ്ഥയാണ്. എനിക്ക് എങ്ങനെ ഭഗവാന്റെ അടുത്ത് എനിക്ക് എങ്ങനെ ഭഗവാനോട് ചേർന്നിരിക്കണം എന്നൊക്കെയുള്ളത് ഓരോ മനുഷ്യരുടെയും അവരുടെ മനസ്സിൻ്റെ ഒരു തൃപ്തിയാണ്. അതനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്തു കൊള്ളുക. എന്തായാലും 31-ാം തീയതി നിങ്ങൾ പൂർണ്ണമായ ധാന്യ ഭക്ഷണങ്ങളെല്ലാം തന്നെ ഒഴിവാക്കണം. അതായത് അരി, ഗോതമ്പ്, റാഗി, തിന ഇങ്ങനെയുള്ള എല്ലാ വിധത്തിലുള്ള ധാന്യ ഭക്ഷണങ്ങളും ഒഴിവാക്കണം. കഴിക്കാൻ പറ്റുന്ന ആഹാരങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലുൽപ്പന്നങ്ങൾ, പാല്, മോര്, തൈര്, നെയ്യ്, വെണ്ണ, പനീർ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാം. കപ്പലണ്ടി, നിലക്കടല നിങ്ങൾക്ക് ഉപയോഗിക്കാം. ചൗവരി നിങ്ങൾക്ക് ഉപയോഗിക്കാം. പഴങ്ങളും പച്ചക്കറികളും നിങ്ങൾക്ക് ഉപയോഗിക്കാം. കിഴങ്ങ് വർഗ്ഗങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഏകാദശിക്ക് പുഴുക്കുണ്ടാക്കി കഴിക്കാം. കപ്പ, കാച്ചിൽ, ചേമ്പ്, അതുപോലെ തന്നെ വെള്ളരിക്ക, പടവലങ്ങ, ക്യാരറ്റ് ഇങ്ങനെയൊക്കെയുള്ള പച്ചക്കറികളും കിഴങ്ങ് വർഗ്ഗങ്ങളും ഒക്കെ ചേർത്ത് പുഴുക്കുണ്ടാക്കി കഴിക്കാം. പക്ഷെ അതിനകത്ത് ചെറുപയർ, വൻപയർ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർക്കരുത്. ഉള്ളി, വെളുത്തുള്ളി മുതലായ സാധനങ്ങളൊന്നും ചേർക്കാൻ പാടില്ല. അല്ലാതെ ഒരു പുഴുക്കുണ്ടാക്കി നിങ്ങൾക്കൊരു ചമ്മന്തി അരച്ച് അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാം. തേങ്ങയും മുളകും ഇഞ്ചിയും ഒക്കെ ചേർത്ത് ചമ്മന്തി അരച്ച് കഴിക്കാം. പക്ഷെ അതിനകത്ത് എന്ത് ചെയ്യരുത്, ഉള്ളിയും വെളുത്തുള്ളിയും ചേർക്കരുത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആഹാരങ്ങൾ നിങ്ങൾക്ക് കഴിക്കാം. പാലിൽ ചൊവ്വരി കാച്ചിയിട്ട് അതൊരു ആഹാരമായിട്ട് നിങ്ങൾക്ക് കഴിക്കാം. പാല് നിങ്ങൾക്ക് കുടിക്കാം. അതുപോലെ തന്നെ പനീർ കൊണ്ട് ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കാതെ എന്തെങ്കിലും കൂട്ടാനുണ്ടാക്കി അങ്ങനെ നിങ്ങൾക്ക് കഴിക്കാം. ഇങ്ങനെയുള്ള പഴവർഗ്ഗങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഏകാദശി ദിവസം നിങ്ങൾ എന്ത് കഴിച്ചാലും അത് ആഹാരം കഴിക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ആഹാരമായിട്ട് നമ്മളിപ്പോൾ ഒരു വീട്ടിൽ നമ്മൾ ആഹാരം ഉണ്ടാക്കി, നമ്മൾ അടുക്കളയിൽ ആഹാരം ഉണ്ടാക്കി വെക്കുന്നു, അത് എടുത്തുകൊണ്ട് വന്ന് നമ്മൾ കഴിക്കുന്നു. അങ്ങനെ കഴിക്കാൻ പാടില്ല. നമ്മൾ എന്ത് കഴിച്ചാലും അത് പ്രസാദമായിട്ട് വേണം കഴിക്കേണ്ടത്. അതായത് എന്ത് നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നുവോ അത് നമ്മൾ ഭഗവാന് വിളക്ക് തെളിയിച്ചിട്ട് ഭഗവാന്റെ മുമ്പിൽ അതിനകത്തൊന്ന് കുറച്ചെടുത്ത് ഭഗവാന്റെ മുമ്പിൽ ഒന്ന് ഭഗവാന് സമർപ്പിച്ചിട്ട് അത് പ്രസാദമായിട്ട് എടുത്തിട്ട് വേണം നിങ്ങൾ കഴിക്കാനായിട്ട്. ഇപ്പോൾ നിങ്ങൾ ഏകാദശി പുഴുക്കുണ്ടാക്കുന്നു, ഒരു കുഞ്ഞു പാത്രത്തിനകത്ത് അത് കുറച്ചെടുത്ത് ഭഗവാന് വിളക്ക് തെളിയിച്ച് ഭഗവാനൊന്ന് സമർപ്പിക്കണം. അതിനുശേഷം അതെടുത്തുകൊണ്ട് വന്ന് നിങ്ങളുടെ ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാത്രത്തിനകത്ത് ചേർത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൊത്തത്തിലൊന്ന് ഇളക്കി അത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെ, അതായത് പ്രസാദമായിട്ട് വേണം നിങ്ങളെല്ലാം കഴിക്കാനായിട്ട് എന്നുള്ള കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഉപവസിക്കുന്നവർക്ക് ഉപവസിക്കാം. ജലം മാത്രം കുടിച്ചിരിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. പാലും പഴങ്ങളും മാത്രം കഴിച്ചിരിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. നമ്മുടെ ഇഷ്ടം എങ്ങനെയാണോ നമുക്ക് നമ്മുടെ ആരോഗ്യസ്ഥിതി അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഏകാദശി വ്രതം ആർക്കൊക്കെ എടുക്കാം? എല്ലാവർക്കും എടുക്കാം. കുഞ്ഞുങ്ങൾക്ക് എടുക്കാമോ? എടുക്കാം. പ്രായമായവർക്ക് എടുക്കാമോ? എടുക്കാം. പീരീഡ്സ് ആയവർക്ക് എടുക്കാമോ? എടുക്കാം. പുലയും ബാലായ്മയും ഉള്ളവർക്ക് എടുക്കാമോ? എടുക്കാം. പ്രായമായ ആളുകൾ, ഗർഭിണികൾ, ആർക്കാണോ ഭഗവാനെ വിളിക്കാൻ, ഭഗവാനെ പ്രാർത്ഥിക്കാൻ, ഭഗവാന്റെ കൂടെ ചേർന്നിരിക്കാൻ ആർക്കും യാതൊരു റെസ്ട്രിക്ഷനുമില്ല. എല്ലാവർക്കും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും, എന്താണ് ഈ പറയുന്നത്? പുലയും ബാലായ്മയും ഉള്ളവർക്ക് എങ്ങനെ എടുക്കാൻ സാധിക്കും? പീരീഡ്സ് ആയവർക്ക് എങ്ങനെ എടുക്കാൻ സാധിക്കും? നിങ്ങൾക്കും ചെയ്യാം. ഭഗവാനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. രാവിലെ എഴുന്നേൽക്കുക, കുളിക്കുക, നമ്മുടെ മുറിയിൽ ഇരുന്നു കൊണ്ട് നാരായണ നാരായണ എന്ന് ജപിക്കുക, ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം ജപിക്കുക. വ്രതം പറഞ്ഞിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രം കഴിക്കുക. പക്ഷേ അത് ഭഗവാന് നൈവേദ്യമായി കൊടുക്കാനോ, കാരണം നമുക്ക് വിളക്ക് തെളിയിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട്
അത് ഭഗവാന് നൈവേദ്യമായി കൊടുക്കാൻ നമുക്ക് സാധിക്കുകയില്ല. പക്ഷേ ഭഗവാനെ മനസ്സിൽ ചിന്തിച്ചിട്ട് ഇത് ഭഗവാനെ നമ്മൾ മനസ്സുകൊണ്ട് അർച്ചന ചെയ്തിട്ട് നമുക്ക് മാനസ പൂജ എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് വളരെ വളരെ പ്രധാനമാണ്. മനസ്സുകൊണ്ട് നമ്മൾ ഭഗവാനോട് ചേർന്നിരിക്കുന്നു, ശരീരം കൊണ്ടല്ല. പക്ഷേ മനസ്സുകൊണ്ട് നമുക്ക് ഭഗവാനോട് ഏതവസ്ഥയിലും ചേർന്നിരിക്കാനായിട്ട് പറ്റും. നമ്മൾ ആ രീതിയിലുള്ള ആഹാരങ്ങൾ കഴിക്കുന്നു. പിറ്റേ ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു? കുളിച്ച് നമ്മുടെ മുറിയിലിരുന്ന് നാമം ജപിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് നമുക്ക് നമ്മുടെ ഏകാദശി അവസാനിപ്പിക്കാവുന്നതാണ്. ഇങ്ങനെ ഏതവസ്ഥയിലിരിക്കുന്ന ആളുകൾക്കും ചെയ്യാവുന്നതാണ്. കാരണം അവിടെ ചെയ്യുന്നത് നാമജപമാണ്. പക്ഷേ അല്ലാത്ത ആളുകൾക്ക് ക്ഷേത്രത്തിൽ പോകാനും വിളക്ക് തെളിയിക്കാനും പൂജാമുറിയിൽ കയറിയിരുന്ന് നാമം ജപിക്കാനും ഒക്കെ പറ്റും. പക്ഷേ നമ്മളിങ്ങനെ സ്ഥിരമായ ഏകാദശി എടുത്തുകൊണ്ട് വരുന്ന ആളുകളാണ്. ഇത്തവണത്തെ ഏകാദശിക്ക് നമുക്ക് പീരീഡ്സ് ആയിപ്പോയി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളെ, പക്ഷേ ഒരു കാരണവശാലും നാമജപത്തിനോ നമ്മുടെ നിഷ്ഠകൾക്കോ ഒന്നും തന്നെ ഒരു മാറ്റവും വരുത്തരുത്. അതേപോലെ തന്നെ തുടർന്ന് പോവുക. അതാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യാനുള്ളത്. പക്ഷേ ചില നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും ശ്രദ്ധിക്കാനുള്ളത്. പിറ്റേ ദിവസം കൃത്യസമയത്ത് പാരണ വീടണം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഏകാദശിയുടെ കഥയും അതുപോലെ തന്നെ പാരണാ സമയങ്ങളും. പല സ്ഥലങ്ങളിലും ഏകാദശി ദിവസത്തിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഓരോ സ്ഥലങ്ങളും നിങ്ങൾ കൃത്യമായി ശ്രദ്ധയോടുകൂടി തന്നെ കേൾക്കണം. അതുപോലെ തന്നെ ഹരിവാസര സമയവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇനി നമുക്ക് ഏകാദശിയുടെ കഥയൊന്ന് നോക്കാം. ഏകാദശി അനുഷ്ഠിക്കുന്ന എല്ലാവരും തന്നെ ഏകാദശിയുടെ കഥ കേൾക്കുകയും കഥ പറയുകയും ചെയ്ത് പ്രാർത്ഥിക്കണം. എങ്കിൽ മാത്രമേ ഏകാദശി പൂർത്തിയാവുകയുള്ളൂ, ഏകാദശി വ്രതത്തിന് പൂർണ്ണമായ ഫലം ലഭിക്കുകയുള്ളൂ എന്നാണ് വിശ്വസിക്കുന്നത്. അത് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ അർജുനനോടാണ് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത്. ഒരിക്കല് അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ മധുസൂദന, പൗഷ് മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയെ പറ്റി പറഞ്ഞു തരാമോ എന്ന് പറയുമ്പോൾ ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നു, അല്ലയോ പാർത്ഥ, പൗഷ് മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിക്ക് പറയുന്ന പേര് പുത്രാദ ഏകാദശി എന്നാണ്. ഏകാദശികളിൽ വെച്ച് ശ്രേഷ്ഠമായ ഏകാദശിയാണ് പുത്രാദ ഏകാദശി. അതിന് കാരണം ഒരു മനുഷ്യൻ ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവന് തപസ്സു ചെയ്യുന്നതിൻ്റെ പുണ്യം ലഭിക്കുകയും അവന് ജ്ഞാനവും സമ്പത്തും ലഭിക്കുകയും ചെയ്യുമെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. പണ്ട് ഭദ്രാവതി എന്ന ഒരു രാജ്യമുണ്ടായിരുന്നു. ആ രാജ്യത്തിൽ ഒരു രാജാവ് ജീവിച്ചിരുന്നു. ആ രാജാവിൻ്റെ പേരാണ് സുകേതു മന. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ശൈവ്യ എന്നായിരുന്നു. ഇവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ രാജാവിനും ഭാര്യയ്ക്കും വളരെയധികം വിഷമമായിരുന്നു. കാരണം ഓരോ ഹിന്ദുമത വിശ്വാസിയുടെയും അവൻ്റെ ഒരു വിശ്വാസമെന്ന് പറയുന്നത് അവന് മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുവാൻ ഒരു അനന്തര അവകാശി വേണം എന്നുള്ളതാണ്. അനന്തര അവകാശികൾ മരണാനന്തര കർമ്മങ്ങൾ പിണ്ടദാനം ചെയ്തില്ലെങ്കിൽ അവന് മോക്ഷം ലഭിക്കുകയില്ല എന്ന ഒരു വിശ്വാസം ഹിന്ദു മതസ്ഥരുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്ക് ആര് പിണ്ടദാനം ചെയ്യും എന്നുള്ള ഒരു ചിന്ത ഈ രാജാവിന് ഉണ്ടായി. അതുമാത്രമല്ല, അദ്ദേഹം തൻ്റെ പൂർവികർക്ക് വേണ്ടി വളരെ കൃത്യമായി തന്നെ പിണ്ടദാനം ചെയ്യുന്നുമുണ്ടായിരുന്നു. ഈ രാജാവിൻ്റെ പിണ്ടദാനം സ്വീകരിച്ചു കൊണ്ടിരുന്ന ആ പൂർവികർക്കും രാജാവിൻ്റെ ഈ അവസ്ഥ ഓർത്തിട്ട് വളരെയധികം വിഷമമുണ്ടായിരുന്നു. അങ്ങനെ ആത്മഹത്യ ചെയ്യണം എന്ന് പോലും ഒരു നിമിഷം ഈ രാജാവ് ആഗ്രഹിച്ചു. പക്ഷേ ആത്മഹത്യ ചെയ്യുന്നത് പാപമാണ് എന്നുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവുകയും അദ്ദേഹം വളരെയധികം വിഷമിച്ച് തൻ്റെ കുതിരപ്പുറത്ത് കയറി ഒരു കാട്ടിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യുന്നു. കാട്ടിലൂടെ അദ്ദേഹം ഇങ്ങനെ സഞ്ചരിച്ചപ്പോൾ ധാരാളം വനജീവികളെ അദ്ദേഹം കാണുന്നു. അവരൊക്കെ കുടുംബമായി ഇങ്ങനെ സഞ്ചരിക്കുന്നതായിട്ടും വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ ജീവിക്കുന്നതായിട്ടും അദ്ദേഹത്തിന് കാണാനായിട്ട് സാധിച്ചു. ആന, മയിൽ, അതുപോലെ തന്നെ മറ്റ് വന്യമൃഗങ്ങളൊക്കെ തന്നെ, മാനുകളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ആ കാട്ടിലിങ്ങനെ ഓടിക്കളിച്ച് കുടുംബമായിട്ട് ജീവിക്കുന്നതൊക്കെ അദ്ദേഹത്തിന് കാണാനായിട്ട് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ദുഃഖം വളരെയധികം ഇരട്ടിച്ചു. തനിക്ക് മാത്രം ഇതിനുള്ള ഒരു ഭാഗ്യം ഉണ്ടായില്ലല്ലോ എന്നോർത്ത് അദ്ദേഹം വളരെയധികം വിഷമിക്കുകയും അദ്ദേഹം ഇങ്ങനെ ഏകാന്തനായി അങ്ങനെ ആ കുതിരപ്പുറത്ത് സഞ്ചരിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സഞ്ചാര വഴിയിൽ വെച്ചിട്ട് അദ്ദേഹം ഒരു തടാകത്തിൻ്റെ മുമ്പിൽ എത്തിച്ചേരുന്നു. വളരെ മനോഹരമായ ഒരു തടാകം.
ധാരാളം താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായ ഒരു പൊയ്കയുടെ തീരത്താണ് അദ്ദേഹം എത്തിച്ചേർന്നത്. വളരെ ശാന്തസുന്ദരമായ ഒരു പ്രദേശമായിരുന്നു അത്. ആ പൊയ്കയുടെ തീരത്ത് ധാരാളം പർണശാലകൾ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ധാരാളം മുനിമാർ വന്ന് താമസിക്കുന്നുമുണ്ടായിരുന്നു. രാജാവിന് പെട്ടെന്ന് തന്നെ ഒരു വലിയ ഉന്മേഷം തോന്നി. അദ്ദേഹത്തിൻ്റെ വലതുകാൽ വിറച്ചു എന്നാണ് പറയുന്നത്. അത് ഒരു ശുഭസൂചനയായി ഈ രാജാവിന് തോന്നുന്നു. അദ്ദേഹം കുതിരപ്പുറത്തു നിന്നും താഴേക്ക് ഇറങ്ങി ഈ ആശ്രമ പ്രദേശത്തേക്ക് ചെല്ലുന്നു. രാജാവിനെ കണ്ട് മുനിമാരൊക്കെ പുറത്തേക്ക് എഴുന്നേറ്റ് വരുന്നു. രാജാവ് അവരെ വണങ്ങുന്നു. എന്നിട്ട് ചോദിക്കുന്നു, അല്ലയോ മഹർഷിമാരെ, നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇങ്ങനെ വന്ന് താമസിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഈ മുനിമാർ രാജാവിനോട് പറയുകയാണ്, അല്ലയോ രാജാവേ, ഇന്ന് പുത്രാദ ഏകാദശിയാണ്. ഞങ്ങൾ ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നു ചേർന്നത്. ഇതിനുശേഷം ഇന്നു മുതൽ 5-ാമത്തെ ദിവസം ഒരു പുണ്യ സ്നാനമുണ്ട്. ഈ സ്നാനം കൂടി ചെയ്തതിനു ശേഷം മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്നും മടങ്ങിപ്പോവുകയുള്ളൂ അന്ന് ഈ മുനിമാർ രാജാവിനോട് പറയുന്നു. അപ്പോൾ രാജാവ് ചോദിക്കാൻ, എന്താണ് ഈ ഏകാദശിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചപ്പോൾ, കുഞ്ഞുങ്ങളില്ലാത്ത ആളുകൾക്ക് ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് സൽപുത്രന്മാരുണ്ടാകുമെന്ന് ഈ മുനിമാർ പറയുന്നു. അത് കേട്ടതും രാജാവിന് വളരെയധികം സന്തോഷമായി. തൻ്റെ അവസ്ഥ ആ മുനിമാരോട് പറയുകയും രാജാവ് തനിക്കും ഈ വ്രതം അനുഷ്ഠിക്കണം എന്ന് പറയുകയും അങ്ങനെ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ അദ്ദേഹം ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും പിറ്റേ ദിവസം കൃത്യമായി പാരണ വീടുകയും ചെയ്യുന്നു. അതിനുശേഷം വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം തിരിച്ച് തൻ്റെ കൊട്ടാരത്തിലേക്ക് പോവുകയും കൃത്യം 9 മാസത്തിനു ശേഷം ഈ രാജ്ഞി പ്രസവിക്കുകയും അവർക്ക് ഒരു സൽപുത്രൻ ഉണ്ടാവുകയും ചെയ്തു. ഇതാണ് പുത്രാദ ഏകാദശിയുടെ കഥ. ഈ ഏകാദശി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ സൽപുത്രന്മാരുണ്ടാകുമെന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട്, അല്ലയോ അർജുന, കലിയുഗത്തിൽ പുത്രൻ ഉണ്ടായാൽ മാത്രം പോരാ, കലിയുഗത്തിൽ ഉണ്ടാകുന്ന പുത്രൻ നല്ലവനായിരിക്കണം. അതുകൊണ്ട് തന്നെ പുത്രാദ ഏകാദശി വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആരാണോ അനുഷ്ഠിക്കുന്നത് അവർക്ക് സൽപുത്രന്മാരുണ്ടാകും. അതുമാത്രമല്ല, ഭഗവാന്റെ അപാരമായ കാരുണ്യം ലഭിക്കുകയും അവന് മോക്ഷം ലഭിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ ഈ ദിവസം സ്വർഗവാതിൽ ഏകാദശി എന്നും വൈകുണ്ഠ ഏകാദശി എന്നുമൊക്കെ അറിയപ്പെടുന്നു. അതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. കാരണം ഒരു ഹിന്ദുമത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് മോക്ഷം ലഭിക്കണം, അവന് ഭഗവാന്റെ തൃപ്പാദങ്ങളിലേക്ക് അവനെ ലയിക്കണം എന്നുണ്ടെങ്കിൽ അവൻ്റെ കർമ്മങ്ങൾക്കനുസരിച്ചിട്ടാണ് അവൻ ഓരോന്നും ലഭിക്കുന്നത് എന്നുള്ളത് വളരെ ശരി തന്നെ. പക്ഷേ എങ്കിൽ പോലും നമ്മളെപ്പോഴും പറയുന്നത് നമ്മുടെ പൂർവികർക്ക് വേണ്ടി നമ്മൾ കൃത്യമായ ബലികർമ്മങ്ങൾ ചെയ്യണം. കൃത്യമായ ബലികർമ്മങ്ങൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ആ ആത്മാവിന് മോക്ഷം ലഭിക്കുകയുള്ളൂ എന്ന ഒരു വിശ്വാസം നമുക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യരും അവരവരുടെ പൂർവികർക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ വളരെ കൃത്യമായി അനുഷ്ഠിക്കണം. നമ്മൾ വിചാരിക്കും ഒരു വർഷം ചെയ്തു അല്ലെങ്കിൽ 12 വർഷം ചെയ്തു, ഇനി വേണ്ട എന്നുള്ള ഒരു ചിന്ത പലപ്പോഴും ഉണ്ടാകും. അത് പാടില്ല. നമ്മുടെ എല്ലാ പൂർവികർക്ക് വേണ്ടിയും നമ്മുടെ ജീവൻ ഉള്ളിടത്തോളം കാലം നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പിണ്ടദാനങ്ങളും കർമ്മങ്ങളും ഒക്കെ തന്നെ ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് ഉയർച്ച ഉണ്ടാവുകയുള്ളൂ. കാരണം ഇത്ര വർഷം കൊണ്ട് നിർത്താം എന്ന ഒരു ചിന്ത പലർക്കുമുണ്ട്. അത് പാടില്ല. എത്ര കാലം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുവോ അത്രയും കാലം നമ്മുടെ പൂർവികർക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളെല്ലാം തന്നെ നമ്മൾ അനുഷ്ഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ശ്രേഷ്ഠമായ ഒരു ജീവിതം ലഭിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതൊക്കെ നമ്മുടെ വിശ്വാസങ്ങളാണ്. അപ്പോൾ ഈ കഥയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പാരണാ സമയമൊന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു 31-ാം തീയതിയാണ് ഏകാദശി എന്ന് പറഞ്ഞു. ഡിസംബർ മാസം 31-ാം തീയതി. അങ്ങനെ വരുമ്പോൾ 1-ാം തീയതിയാണ് പാരണ വീടേണ്ടത്. ചില സ്ഥലങ്ങളിൽ 30-ാം തീയതി ഏകാദശിയും 31-ാം തീയതി പാരണ വീടുന്ന സ്ഥലങ്ങളുണ്ട്. അത് ഞാൻ ഈ പറയുന്നതിൻ്റെ ഇടയ്ക്ക് പറയാം, നിങ്ങളത് ശ്രദ്ധിച്ചു കേട്ടുകൊള്ളണം. കേരളത്തിൽ 1-ാം തീയതി 6:37 മുതൽ രാവിലെ 10:29 വരെ. കേരളത്തിൽ 6:37 മുതൽ 10:29 വരെ. തമിഴ്നാട് 6:31 മുതൽ 10:19 വരെ. കർണാടക 6:42 മുതൽ 10:29 വരെ. തെലുങ്കാന 6:46 മുതൽ 10:29 വരെ. ആന്ധ്രാപ്രദേശ് 6:36 മുതൽ 10:23 വരെ. ഒറീസ 6:22 മുതൽ 10:01 വരെ. ഗോവ 7:01 മുതൽ 10:46 വരെ. മഹാരാഷ്ട്ര
7:12 മുതൽ 10:52 വരെ. മധ്യപ്രദേശ് 7:02 മുതൽ 10:37 വരെ. ഗുജറാത്ത് 7:31 മുതൽ 11:06 വരെ. രാജസ്ഥാൻ 7:16 മുതൽ 10:46 വരെ. ഉത്തർപ്രദേശ് 6:55 മുതൽ 10:25 വരെ. പഞ്ചാബ് 7:25 മുതൽ 10:48 വരെ. ഡൽഹി 7:14 മുതൽ 10:41 വരെ. കാശ്മീർ 7:33 മുതൽ 10:54 വരെ. വെസ്റ്റ് ബംഗാൾ 6:17 മുതൽ 9:52 വരെ. ഛത്തീസ്ഗഡ് 6:41 മുതൽ 10:18 വരെ. ഹരിയാന 7:20 മുതൽ 10:44 വരെ. ഡെറാഡൂൺ 7:15 മുതൽ 10:39 വരെ. ആസാം 6:10 മുതൽ 9:41 വരെ. ഹിമാചൽ പ്രദേശ് 7:20 മുതൽ 10:43 വരെ. ജാർഖണ്ഡ് 6:30 മുതൽ 10:05 വരെ. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് 5:39 മുതൽ 9:28 വരെ. ബീഹാർ 6:36 മുതൽ 10:07 വരെ. ദുബായ് 7:05 മുതൽ 10:37 വരെ. അബുദാബി 7:07 മുതൽ 10:40 വരെ. ബഹ്റിൻ 6:25 മുതൽ 9:56 വരെ. സൗദി അറേബ്യ റിയാദ് 6:38 മുതൽ 10:10 വരെ. ഒമാൻ 6:49 മുതൽ 10:23 വരെ. ഷാർജ 7:04 മുതൽ 10:36 വരെ. ദോഹ 6:20 മുതൽ 9:52 വരെ. കുവൈറ്റ് 6:43 മുതൽ 10:09 വരെ. UAE 7:04 മുതൽ 10:36 വരെ. അതുപോലെ സിംഗപ്പൂരും 31-ാം തീയതിയാണ് ഏകാദശി. 1-ാം തീയതി 7:07 മുതൽ 11:08 വരെ. ചൈന 1-ാം തീയതി 7:13 മുതൽ 10:26 വരെ. മാലിദ്വീപ്സ് 6:13 മുതൽ 10:11 വരെ. മലേഷ്യ 7:18 മുതൽ 11:17 വരെ. പോണ്ടിച്ചേരി 6:31 മുതൽ 10:20 വരെ. സാംബിയ 5:40 മുതൽ 10 മണി വരെ. സൗത്ത് ആഫ്രിക്ക 5:39 മുതൽ 10:26 വരെ. ഉഗാണ്ട 6:50 മുതൽ 10:52 വരെ. ഓസ്ട്രേലിയ 6 മണി മുതൽ 7:17 വരെ. ഫിലിപ്പൈൻസ് 6:21 മുതൽ 10:07 വരെ. ന്യൂസിലാൻഡ് 5:51 മുതൽ 9:17 വരെ. ഇത്രയും സ്ഥലങ്ങളിൽ 31-ാം തീയതിയാണ് ഏകാദശി, 1-ാം തീയതി പാരണ. ഇനി നമുക്ക് 30-ാം തീയതി ഏകാദശിയും 31-ാം തീയതി പാരണ വീടേണ്ടതുമായ സ്ഥലങ്ങൾ അത് ഏതൊക്കെയാണ് എന്ന് നോക്കാം. സ്കോട്ട്ലാൻഡ് എഡിൻബർഗ്, അവിടെ 30-ാം തീയതി ഏകാദശിയും 31-ാം തീയതി പാരണയുമാണ്. 31-ാം തീയതി രാവിലെ 8:44 മുതൽ 11:05 വരെ. അമേരിക്ക ന്യൂയോർക്ക് 31-ാം തീയതി 7:20 മുതൽ 10:26 വരെ. UK മാഞ്ചസ്റ്റർ 8:25 മുതൽ 10:56 വരെ. ശ്രദ്ധിക്കണം, ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 30-ാം തീയതി ഏകാദശിയും 31-ാം തീയതി പാരണ വീടുന്ന സ്ഥലങ്ങളുമാണ്. സ്കോട്ട്ലാൻഡ്, അമേരിക്ക ഇതൊക്കെ 30-ാം തീയതി ഏകാദശിയും 31-ന് പാരണ വീടുന്നതുമാണ്. അമേരിക്ക 31-ാം തീയതി 7:20 മുതൽ 10:26 വരെ. UK മാഞ്ചസ്റ്റർ 8:25 മുതൽ 10:56 വരെ. അർമേനിയ 8:42 മുതൽ 11:31 വരെ. ജർമ്മനി 8:17 മുതൽ 10:52 വരെ. ലിബിയ 8:10 മുതൽ 11:30 വരെ. നൈജീരിയ 6:45 മുതൽ 10:31 വരെ. സ്വീഡൻ 8:44 മുതൽ 10:49 വരെ. ഇറ്റലി 7:38 മുതൽ 10:41 വരെ. അതുപോലെ ഇസ്രായേൽ 6:42 മുതൽ 10:01 വരെ. ജോർജിയ 8:42 മുതൽ 11:32 വരെ. കാനഡ 7:39 മുതൽ 10:49 വരെ. വാൻകോവർ ബ്രിട്ടീഷ് കൊളംബിയ 8:07 മുതൽ
10:53 വരെ. ജോർദാൻ US 31 തീയതി 7:51 മുതൽ 10:49 വരെ. മാൾട്ട US 31 തീയതി 8:03 മുതൽ 10:51 വരെ. റഷ്യ 31 തീയതി 8:59 മുതൽ 11:22 വരെ. റഷ്യ. മോസ്കോ 8:59 മുതൽ 11:22 വരെ. അതുപോലെ അയർലൻഡ് 31 തീയതി 8:40 മുതൽ 11:12 വരെ. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളാണ് നമ്മൾ സാധാരണയായിട്ട് പറയാറുള്ളത്. ഇനി ഏതെങ്കിലും സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് സംശയമുണ്ട്, അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടൂ, ഞാൻ ആ കമൻറ്റിന് മറുപടി നൽകാം. ഇനി ഹരിവാസര സമയം. ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിന് ഏറ്റവും ശ്രേഷ്ഠമായ ഏകാദശി തിഥിയിലെ സമയമാണ് ഹരിവാസര സമയമെന്ന് പറയുന്നത്. 30 തീയതി രാത്രി 10:10 മുതൽ 31 തീയതി രാവിലെ 10:12 വരെയുള്ള സമയം ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിന് വളരെ വളരെ ശ്രേഷ്ഠമായ സമയമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഏകാദശിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. വീണ്ടും വീണ്ടും ഏകാദശി വ്രതത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് പുതുതായി കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ചിലർക്ക് അല്പം അരോചകമായി തോന്നുന്നു എങ്കിലും അവർ ഒന്ന് ക്ഷമിക്കുക. കാരണം അറിവുള്ളവരെക്കാൾ അറിവില്ലാത്ത ആളുകൾ ധാരാളമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ക്ഷമയോടുകൂടി ശ്രദ്ധയോടുകൂടി ഇരുന്ന് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഇന്നു മുതൽ എല്ലാ ദിവസവും 108 തവണ നാരായണ എന്ന നാമം നിങ്ങൾ ജപിക്കണം. എത്ര പേര് ജപിച്ചു തുടങ്ങി എന്നുള്ള കാര്യം കമൻ്റ് ഇടണം. എല്ലാ ദിവസവും ഞാനിടുന്ന വീഡിയോയുടെ താഴെ ഇന്ന് ഞാൻ 108 തവണ ജപിച്ചു എന്നുള്ള കാര്യം എല്ലാ ദിവസവും നിങ്ങൾ കമൻ്റ് ഇടണം. എനിക്ക് ഒന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളങ്ങനെ ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.